നമസ്കാരം. 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ രാജ്യവ്യാപകമായിട്ട് സംസ്ഥാന തലത്തിലും പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിപുലമായിട്ടുള്ള നയപരവും ഭരണഘടനാപരവുമായിട്ടുള്ള സുപ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിനിർണായകവുമായിട്ടുള്ള ഒന്ന് അത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യവ്യാപക സെൻസസ് നടപടികളാണ്. നിശ്ചയിച്ചിട്ടുള്ള ടൈം ലൈൻ അനുസരിച്ച് 2026 ജൂലൈ 1-ാം തീയതി മുതൽ സെൻസസിന്റെ 1-ാം ഘട്ടത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കമാകും. ഈ പ്രാരംഭഘട്ടത്തിൽ രാജ്യത്തെ ഓരോ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഭവന സെൻസസ്, അതായത് ഹൗസിംഗ് സെൻസസ് ആണ് പ്രധാനമായിട്ട് നിർവഹിക്കപ്പെടുന്നത്. ഇതിനുശേഷമുള്ള 2-ാം ഘട്ട നടപടികളായിട്ടുള്ള ജനസംഖ്യ കണക്കെടുപ്പും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള അനുബന്ധ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും വരാനിരിക്കുന്ന 2027 ഫെബ്രുവരി മാസത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ നിലവിലിപ്പോൾ ലക്ഷ്യമിടുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ വരും വർഷങ്ങളിൽ സ്ഥാപിക്കേണ്ടതായിട്ടുള്ള ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എന്നിവ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് ഈ ഔദ്യോഗികമായിട്ടുള്ള വിവരശേഖരണമാണ് എന്നതിനാൽ തന്നെ ഭവനങ്ങളിൽ എത്തുന്ന കണക്കെടുപ്പ് ഉദ്യോഗസ്ഥർ എന്യൂമറേറ്റർമാരുമായി പൊതുജനങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിക്കുകയും കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ നൽകുകയും ചെയ്യേണ്ടത് ഇവിടെ അത്യന്താപേക്ഷിതമാണ്. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഗ്രാമീണ മേഖലയിലെ തൊഴിൽ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവക് മിഷൻ ഗ്രാമീൺ അഥവാ BBG റാംജി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ പുതിയ തൊഴിലധിഷ്ഠിത പദ്ധതി 2026 ജൂലൈ 1-ാം തീയതി മുതൽ രാജ്യത്തുടനീളം ഔദ്യോഗികമായിട്ട് തുടക്കമാവുകയാണ്. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കും പുതുതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് താല്പര്യപ്പെടുന്നവർക്കും തങ്ങളുടെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തുകൾ വഴി ഈ ഒരു പദ്ധതിയിലേക്ക് അടിയന്തരമായിട്ട് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പഴയ പദ്ധതിയെ അപേക്ഷിച്ച് ഉയർന്ന വേതന നിരക്ക് വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രതിവർഷം 125 തൊഴിൽ ദിനങ്ങൾ വരെ ഗുണഭോക്താക്കൾക്ക് ഈ പുതിയ പദ്ധതി ഉറപ്പു നൽകുന്നുണ്ട്. ഇതിനായിട്ട് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്നും സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനായിട്ട് ആനുകൂല്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ആധാറുമായിട്ട് ബന്ധിപ്പിച്ച് ആധാർ സീഡഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം വഴി ക്രെഡിറ്റ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം അത് ഗാർഹിക ഇന്ധന വിതരണ മേഖലയിലും ഉപഭോക്താക്കൾ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ജൂലൈ മാസം മുതൽ പ്രാബല്യത്തിൽ വരികയാണ് എന്നതാണ്. നിലവിൽ LPG ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപഭോക്താക്കളും അവരുടെ ഇലക്ട്രോണിക് KYC KYC മസ്റ്ററിംഗ് നടപടികളൊക്കെ മുൻകൂട്ടി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് ജൂലൈ മാസം 1-ാം തീയതി മുതൽ റീഫിൽ സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിതരണം തടസ്സപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം കണക്ഷൻ ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ഇലക്ട്രോണിക് KYC ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിർത്തലാക്കപ്പെടുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG ലൈനുകൾ നിലവിൽ വന്നിട്ടുള്ള പ്രദേശങ്ങളിലെ ഗാർഹിക ഉപഭോക്താക്കൾ തങ്ങളുടെ പഴയ LPG സിലിണ്ടറുകളൊക്കെ തന്നെ ആ കണക്ഷനുകൾ ഉപേക്ഷിച്ച് PNG ശൃംഖലയിലേക്ക് മാറണമെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൂൺ മാസം 30-ാം തീയതി വരെയാണ് ഇതിനായിട്ട് അനുവദിച്ചിട്ടുള്ള അവസാന സമയപരിധി. ഈ നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ PNG കണക്ഷനായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് തുടർന്നുള്ള സിലിണ്ടർ വിതരണം പൂർണ്ണമായിട്ടും നിർത്തലാക്കുമെന്നതിനാൽ തന്നെ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ കർഷക ക്ഷേമ പദ്ധതികളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളിലുമൊക്കെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ചില പുതിയ അപ്ഡേറ്റുകൾ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ വഴി പ്രതിവർഷം ലഭിക്കുന്ന 6000 രൂപയുടെ ധനസഹായം തടസ്സമില്ലാതെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ തങ്ങളുടെ ഇലക്ട്രോണിക് KYC KYC സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ചില ഗുണഭോക്താക്കൾ KYC വീണ്ടും പുതുക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര നിർദ്ദേശമുള്ളതിനാൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ സ്റ്റാറ്റസ് ഡൺ ആണ് എന്ന് നിങ്ങൾ എല്ലാവരും തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. മുൻപ് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയാക്കിയവർക്ക് മറ്റു നടപടികളുടെ ആവശ്യമില്ല. ഇതേസമയം തന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾക്കുള്ള അപേക്ഷ നടപടികളും 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖാന്തരം സ്കോളർഷിപ്പുകളുടെ വിശദ വിവരങ്ങളും അതോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യങ്ങൾ ലിങ്കുകൾ യഥാസമയം ലഭ്യമാകുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തിലും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണത്തിലുമൊക്കെ തന്നെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ അത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം പകർന്നു നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ APL റേഷൻ കാർഡുകൾക്കുള്ള ഗോതമ്പ് വിതരണം ജൂലൈ മാസം മുതൽ പുനരാരംഭിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ തന്നെ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങളുടെ പുനർവിവാഹം നടന്നിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം 30-ാം തീയതിയോടെ അവസാനിക്കുകയാണ്.
അപ്പോൾ ഈ നിശ്ചിത തീയതിക്കുള്ളിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ പെൻഷൻ അക്കൗണ്ടുകൾ അത് ജൂലൈ മാസം മുതൽ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതായി. തുടർന്ന് വൈകിയ വേളയിൽ രേഖകൾ സമർപ്പിച്ചാൽ പോലും ഉദ്യോഗസ്ഥർ അത് കൃത്യമായിട്ട് പരിശോധിച്ച് വാലിഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പെൻഷൻ അക്കൗണ്ട് അത് പുനഃസ്ഥാപിച്ച് നൽകുകയുള്ളൂ എന്നതിനാൽ തന്നെ സമയപരിധി പാലിക്കാൻ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ റേഷൻ കാർഡുകൾ APL വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് BPL കാർഡുകളിലേക്ക് മാറ്റുന്നതിനുള്ള പുതിയ അവസരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 17-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അവസരം ലഭ്യമാണ്. ഇനി അതുപോലെ തന്നെ വരാനിരിക്കുന്ന ജൂലൈ മാസം 1-ാം തീയതി മുതൽ സംസ്ഥാന സർക്കാരിന്റെ വിപുലമായിട്ടുള്ള 100 ദിന കർമ്മ പദ്ധതികൾക്ക് ഔദ്യോഗികമായിട്ട് സംസ്ഥാനം തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ജനക്ഷേമവും ലക്ഷ്യമിട്ടുകൊണ്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഈ കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികളുടെയൊക്കെ തന്നെ വിതരണവും പുതിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെയൊക്കെ തന്നെ ഉദ്ഘാടനവും സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്നതാണ്. തൊഴിലന്വേഷകരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് കരിയർ വികസനത്തിനായിട്ട് സഹായിക്കുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ഈ പദ്ധതി വഴി പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന സംവിധാനവും ഈ 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചുരുക്കത്തിൽ 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചും കർശനമായിട്ടുള്ള സമയപരിധികളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുക. ആനുകൂല്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുത്താതിരിക്കുക. അതുപോലെ ആവശ്യമായിട്ടുള്ള സർക്കാർ രേഖകൾ മാനദണ്ഡങ്ങൾ കൂടി മുൻകൂട്ടി പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരം സമയബന്ധിതമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വിജ്ഞാപനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.